ഹായ് ഓൾ. അപ്പോൾ ഇന്നിവിടെ കുമ്പളങ്ങ മോരൊഴിച്ച് വെച്ചൊരു കറിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ വീട്ടിലുണ്ടായ കുമ്പളങ്ങയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതുപോലെ ഞങ്ങൾ കെട്ടി സൂക്ഷിക്കാറുണ്ട്. ഒരു വർഷം വരെയൊക്കെ നിൽക്കും. പിന്നെ അതിനും വിത്തിനും ആവശ്യത്തിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ വിത്തൊക്കെ ഞങ്ങൾ ഉണക്കി സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ ബാക്കി വരുന്ന കാമ്പ് നമ്മൾ കറിക്ക് ഉപയോഗിക്കാനാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് അത് നമുക്ക് കറി വെക്കാം. അപ്പോൾ അതിലോട്ട് മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1/2 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു പച്ചമുളകാണ് എടുക്കുന്നത്. അത് ഞങ്ങൾക്ക് ഇവിടെ എരിവ് കുറവ് മതി, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എരിവ് ചേർക്കാം. ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അത് അവിടെ വെന്ത് വരുമ്പോൾ നമുക്ക് അതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ. അതിലോട്ട് 1/2 മുറി തേങ്ങ, നല്ല ജീരകം, ചെറിയ ഉള്ളി എന്നിവ തൈരിൽ അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് ആ അരപ്പ് നമുക്ക് ഈ വെന്ത് വന്നിട്ടുള്ള കുമ്പളങ്ങയിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർക്കുക. പിന്നെ അതുപോലെ ആ മിക്സിയുടെ ജാറ് ഒരു തുള്ളി വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ കറി ഇവിടെ തിളച്ച് വരുമ്പോൾ നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കതിലോട്ടൊരു കടുക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് അത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ കറിയിലോട്ട് ഒഴിച്ച് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ കറി ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. ബൈ.